ഡിയർ സ്റ്റുഡൻസ്, ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത് 10th എക്സാം ബേസ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ക്വസ്റ്റ്യൻ ടാഗ് 3 ക്വസ്റ്റ്യൻസ്, എക്സാമ്പിളായിട്ട് 3 ക്വസ്റ്റ്യൻസ് ആണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് നോക്കണം, എന്നാലും നമുക്ക് എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും ചെയ്താലേ നിങ്ങൾക്ക് എക്സാമിന് ഈസി ആയിട്ട് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ടാഗ് എങ്ങനെയാണ് എഴുതുക നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ സെൻറ്റൻസ് നന്നായി വായിച്ച് നോക്കുക. സെൻറ്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കുക. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നോ എന്നർത്ഥമുള്ള വാക്കുകളൊന്നും അതിലില്ലെങ്കിൽ അത് പോസിറ്റീവാണ്, അല്ലെങ്കിൽ നെഗറ്റീവാണ്. ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന സെൻറ്റൻസ് ഷീ ഈസ് ഹാപ്പി എന്ന് പറയുന്ന ഫസ്റ്റ് സെൻറ്റൻസ് അത് പോസിറ്റീവാണ്, കാരണം അതിൽ നോ എന്നർത്ഥം വരുന്ന വാക്കുകളൊന്നും ഇല്ല. അപ്പോൾ ഫസ്റ്റ് റൂൾ എന്താണ് എന്ന് വെച്ചാൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത്, സെൻറ്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഫസ്റ്റ് സെൻറ്റൻസിൽ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു വേർഡ്സും ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ സെൻറ്റൻസ് പോസിറ്റീവാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ടാഗ് നെഗറ്റീവ് ആക്കണം. അതിനു മുന്നേ നമ്മൾ നോക്കേണ്ടത് ഇതിലെ ഓക്സിലറി വെർബ് അല്ലെങ്കിൽ മോഡൽ ഓക്സിലറീസ് ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ അത് ആദ്യം എടുത്തെഴുതണം. ഇവിടെ നമുക്കറിയാം ഈസ് ആണ് ഓക്സിലറി വെർബായിട്ട് കൊടുത്തിരിക്കുന്നത്, അപ്പോൾ ഈസ് എന്ന് എഴുതി. ഇനി അതിൻ്റെ കൂടെ ഈ സെൻറ്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് വെർബിൻ്റെ കൂടെ നമ്മൾ നോട്ട് ചേർക്കണം. അപ്പോൾ ഈസിൻ്റെ എന്നായി, ഈസ് നോട്ടിനെ ഷോർട്ടാക്കി ഈസിൻ്റെ എന്ന് എഴുതി. ഇനി സബ്ജക്റ്റിന്റെ സ്ഥലത്ത് ഏതാണോ കിടക്കുന്നത് നോക്കാം. ഇവിടെ സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് കിടക്കുന്നത് പ്രോനൗണായ ഷീ ആണ്, അതുകൊണ്ട് ആ ഷീ ഇങ്ങോട്ട് എഴുതി. ഓക്കെ. ഇനി ഈ പ്രോനൗണിന് പകരം ഒരു പേരാണ് കിടക്കുന്നത്, രാധ, റാണി എന്നൊക്കെയാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ രാധയ്ക്ക് പകരം ഷീ എന്നേ എഴുതാൻ പാടുള്ളൂ. അതായത് നൗണ് അങ്ങനെ ഇവിടെ എടുത്ത് എഴുതില്ല, നൗണിന് പകരം പ്രോനൗണെ എഴുതൂ. അപ്പോൾ ഇവിടെ ഷീ ഓൾറെഡി ആയതുകൊണ്ടാണ് ഇവിടെ ഈസിൻ്റെ ഷീന്ന് അങ്ങനെ എടുത്ത് എഴുതിയത്. ഇനി പേരാണെങ്കിൽ നമ്മൾ ആൺകുട്ടിയാണെങ്കിൽ ഹി എന്നും പെൺകുട്ടിയാണെങ്കിൽ ഷീ എന്ന് എഴുതുള്ളൂ. ഓക്കെ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എങ്ങനെയാ നോക്കാം. ഹി ഡിഡിൻറ്റ് കോൾ യു. അപ്പോൾ നമുക്കറിയാം ഈ ഡിഡിൻറ്റിൽ നോട്ട് ഉണ്ട് അല്ലേ, അതുകൊണ്ട് നമ്മൾ ആദ്യം എന്തെടുത്ത ഈ ഹെൽപ്പിംഗ് വെർബായിട്ടുള്ള ഡിഡ് എടുത്ത്. ഇവിടെ നെഗറ്റീവ് ആകുമ്പോൾ ഇവിടെ പോസിറ്റീവ് അല്ല വേണ്ടത്, അപ്പൊ നോട്ട് വേണ്ട. അപ്പോൾ ഡിഡ് എഴുതിയതിന് ശേഷം നമ്മൾ പ്രോനൗൺ ആയിട്ടുള്ള ഹി എഴുതി, ഡിഡ് ഹി. അപ്പൊ ആ ടാഗും നമുക്ക് മനസ്സിലായി. ഇനി നെക്സ്റ്റ് വരുന്ന ഹി ഈസ് പ്ലേയിങ്. ഇതിലേതാണ് ക്വസ്റ്റ്യൻ ടാഗ്, ഓക്സിലറി വെർബ് ഈസ് ആണ്, അതുകൊണ്ട് നമ്മൾ ഈസ് എഴുതി. ഇത് നെഗറ്റീവ് അല്ലല്ലോ, പോസിറ്റീവ് ആണ്, നോ എന്നുള്ള വേർഡുകളൊന്നുമില്ല, അതുകൊണ്ട് നമ്മൾ ഈസിൻ്റെ എഴുതി. പിന്നെ ഇവിടെ പ്രോനൗൺ തന്നെയാണ് കിടക്കുന്നത്, ഈസ് ഇൻഡ് ഹി. ഓക്കെ. ഈ 3 എക്സാമ്പിൾ മനസ്സിലായില്ലേ? ഫോർത്ത് വൺ 2 എക്സാമ്പിൾ ആയിട്ടാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ ലെറ്റ്സ് ഗോ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ഐ ആം ലേറ്റ്. അപ്പോൾ നിങ്ങൾ ഈ റൂൾസ് നിങ്ങൾ പഠിച്ചിരിക്കണം, അല്ലെങ്കിൽ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ലെറ്റ്സ് ഗോ എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻ ടാഗിൽ ഷാൾ വി എന്നാണ് എഴുതുന്നത്. ഓക്കെ. അത് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ഐ ആം ലേറ്റ് എന്നുള്ളതിന് ആറിൻറ്റ് ഐ എന്നേ വെക്കുള്ളൂ, ആമിൻറ്റ് ഐ എന്ന് വെക്കില്ല. ആമിന് പകരം ആറേ വെക്കൂ, അതും പഠിച്ചിരിക്കണം. ഓക്കെ. അപ്പോൾ ഐ ആം ലേറ്റ് എന്നുള്ളത് പോസിറ്റീവാണ്, അതുകൊണ്ടാണ് ആറിൻറ്റ് എന്ന് വെച്ചത്, അത് ഓർത്ത് വയ്ക്കുക. പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് തന്നെയാണ് വെക്കുന്നത്. ഓക്കെ. ഇപ്പോൾ നിങ്ങൾ 4 എക്സാമ്പിളാണ് ക്വസ്റ്റ്യൻ ടാഗിൻ്റെ പഠിച്ചത്. ഇനി നമ്മൾ അടുത്തതായിട്ട് 5ാമത്തെ എക്സാമ്പിളാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. ഈ 5ാമത്തെ നമ്മൾ ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം നിങ്ങൾ ഇതിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൽ ഓക്സിലറി വെർബ് ഡയറക്റ്റായിട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെ മെയിൻ വെർബ് മാത്രം കൊടുത്തിട്ടുള്ളൂ എങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ടാഗ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിൽ സബ്ജക്റ്റ് വെർബ് അല്ലേ, ഇതാണ് സബ്ജക്റ്റ്, ഇതാണ് വെർബ്. ഇനി സബ്ജക്റ്റ്
സിംഗുലർ ആവുമ്പോൾ, സബ്ജക്റ്റ് സിംഗുലർ ആവുമ്പോൾ വെർബിന്റെ കൂടെ എസ് ചേർക്കുന്നു എന്നുള്ളത് നിങ്ങൾ പഠിച്ചിരിക്കണം. സിംഗുലർ എന്ന് പറഞ്ഞാല് 1 ആണ്. സിംഗുലർ എന്ന് പറയുമ്പോൾ 1 ആണ്. പിന്നെ പ്ലൂരൽ, അത് നിങ്ങൾക്കറിയില്ലേ? പ്ലൂരൽ എന്ന് പറഞ്ഞാല് മോർ ദാൻ 1, അതായത് 2ഓ അതിലധികമോ ആവാം. അങ്ങനെയാവുമ്പോൾ, അതായത് സബ്ജക്റ്റ് സിംഗുലർ ആവുമ്പോൾ വെർബിന്റെ കൂടെ എസ് ചേർക്കുന്നു. ഇനി സബ്ജക്റ്റ് പ്ലൂരൽ ആവുമ്പോൾ വെർബിന്റെ കൂടെ എസ് ചേർക്കുന്നില്ല. എന്നൊരു എക്സാമ്പിൾ ആണ് ദേ പ്ലേ വെൽ. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതുള്ളൂ? ദേ പ്ലേ വെൽ എന്ന് എഴുതും. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ആദ്യം സബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് നോക്കണം. സിംഗുലർ ആണെങ്കിൽ നമുക്കറിയാം ഇവിടെ വെർബിന്റെ കൂടെ എസ് ചേർക്കും. ഇനി പ്ലൂറൽ ആണെങ്കിൽ വെർബിന്റെ കൂടെ എസ് ചേർക്കില്ല. ദേ എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ പേരുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ദേ എന്ന് പറയുള്ളൂ. അതുകൊണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചേർക്കില്ല? മെയിൻ വെർബിന്റെ കൂടെ എസ് ചേർക്കില്ല. ഇപ്പൊ നമ്മള് സിംഗുലറിന്റെയും പ്ലൂരലിന്റെയും വെർബിന്റെ കൂടെ എസ് ചേർക്കുന്നതും എസ് ചേർക്കാത്തതൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മൾ എന്തിന്റെ കാര്യം പറഞ്ഞിട്ടില്ല? ഇതിലെങ്ങനെ ക്വസ്റ്റ്യൻ ടാഗ് യൂസ് ചെയ്യാന്നുള്ളത് പറഞ്ഞിട്ടില്ല. അപ്പൊ ഇനി അതാണ് പറയാൻ പോകുന്നത്. സബ്ജക്റ്റ് സിംഗുലർ ആവുമ്പോൾ വെർബിന്റെ കൂടെ എസ് ചേർക്കുന്നു. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ടാഗിലേക്ക് വരാം. ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കുമ്പോൾ മെയിൻ വെർബ് ഏതാണെന്ന് ഫസ്റ്റ് നോക്കാം. ഇപ്പൊ ഇവിടെ മെയിൻ വെർബ് പ്ലേസ് ആണ് കൊടുത്തിരിക്കുന്നത്. പ്ലേസ് എന്ന, അതായത് സബ്ജക്റ്റ് സിംഗുലർ ആവുമ്പോൾ മെയിൻ വെർബിന്റെ കൂടെ എസ് ചേർക്കുന്നു. പ്ലേസ് എന്ന് പറഞ്ഞാൽ പ്ലേ പ്ലസ് ഡസ് ആണ് പ്ലേസ്. പ്ലേ പ്ലസ് ഡസ് ആണ് പ്ലേസ്. ഇവിടെ പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി പ്ലേ ആണെങ്കിൽ പ്ലേ പ്ലസ് ഡു ആണ് പ്ലേ. ഓക്കെ, ഇത്ര മനസ്സിലായോ? അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? ഹെൽപ്പിംഗ് വെർബ് കിട്ടി. അപ്പൊ ഈ രണ്ട് കേസസിൽ നമുക്ക് എന്ത് എഴുതാം? ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കാം. ഡസ് എഴുതി അല്ലേ? പ്ലേസ് ആവുമ്പോൾ ഡസ് വരുന്നു. ഇനി പോസിറ്റീവ് ആണ് സെന്റൻസ്, അതുകൊണ്ട് നെഗറ്റീവ് വരുന്നു. ഡസന്റ് പ്രോനൗൺ ആണ് സബ്ജക്റ്റിന് കൊടുത്തത്, അതുപോലെ തന്നെ എഴുതി. ഡസന്റ് ഷീ. ഇനി ദേ പ്ലേ വെൽ. പ്ലേ ആണെങ്കിൽ പ്ലേ പ്ലസ് ഡു ആണ് പ്ലേ. നമ്മൾ എന്ത് എഴുതുന്നു? ഡോണ്ട് ദേ. അതുകൊണ്ട് ഡോണ്ട് വന്നത് ഇവിടെ പോസിറ്റീവ് ആയതുകൊണ്ട്. ഓക്കെ, ഇത്തിരി മനസ്സിലായല്ലോ? നെക്സ്റ്റ് നമുക്ക് പാസ്റ്റ് ടെൻസിൽ വരുമ്പോൾ എങ്ങനെയാ ചെയ്യാന്ന് നോക്കാം. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഡൂൺ ഡെസ്റ്റും എങ്ങനെയാ വരുന്നത് പറഞ്ഞു. അപ്പൊ അതുപോലെ ഇനി പാസ്റ്റ് ടെൻസിൽ എങ്ങനെയാണെന്ന് നോക്കാം. പ്ലേഡ്. പ്ലേഡിനെ നമ്മൾ പ്ലേയും പ്ലേസും സ്പ്ലിറ്റ് ചെയ്ത പോലെ പ്ലേഡിനെയും സ്പ്ലിറ്റ് ചെയ്യാം. പ്ലേ പ്ലസ് ഡിഡ് ആണ് പ്ലേഡ്. പ്ലേ പ്ലസ് ഡിഡ് ആണ് പ്ലേഡ്. അത് നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പോൾ പ്ലേഡ് അത് സിംഗുലർ ആണെങ്കിലും പ്ലൂരൽ ആണെങ്കിലും, രാജു ആൻഡ് റാണി എന്ന് പറയുമ്പോൾ 2 പേര് ഉള്ളത് കൊണ്ട് അത് പ്ലൂരലാണ്. ഇവിടെ ഹി എന്ന് പറയുന്നത് സിംഗുലർ ആണ്. അതുകൊണ്ട് ഇവിടെ നമ്മൾ എന്ത് എഴുതണം? ഡിഡന്റ് ഹി. ഇനി രാജു ആൻഡ് റാണി എന്നത് കൊണ്ട് ഇവിടെ എന്ത് എഴുതണം? ഡിഡന്റ് ദേ. രാജു ആൻഡ് റാണി എന്ന് നമ്മൾ ഇതിൽ എഴുതില്ല. ഇതിന്റെ പ്രോനൗൺ ആയിട്ട് വരുന്നത് ദേ ആണ്. ഡിഡന്റ് ദേ. ഓക്കെ, ഇത്തിരി മനസ്സിലായല്ലോ? അപ്പൊ നിങ്ങൾ ഒന്ന് ചിന്തിക്കേണ്ടത്, പ്ലേസ് എന്ന് വരുമ്പോൾ ഡസ്. അപ്പൊ ഡസിലും എസ് ഉണ്ടെന്ന് ഒന്ന് ചിന്തിച്ചാൽ മതി. പിന്നെ പ്ലേ എന്ന് പറയുമ്പോൾ ഡു. പിന്നെ പ്ലേഡ് എന്ന് പറയുമ്പോൾ ഇ ഡി വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഡിഡ് എന്ന് ചിന്തിച്ചാൽ മതി. ഡി ഇവിടെ വരുന്നുണ്ട്, ഇതിലും ഡിഡ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ചെറിയ ട്രിക്കൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ട് പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഓർമ്മ ഉണ്ടാവും എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഇതെല്ലാം നന്നായി പ്രാക്ടീസ് ചെയ്യാം.
ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഹി പ്ലേഡ് വെൽ എന്ന് വെച്ചിട്ട് ക്വസ്റ്റ്യൻ ടാഗ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ പ്ലേഡ് കണ്ടാൽ അപ്പം ഡിഡ് എഴുതണം, പാസ്റ്റ് ടെൻസ് ആണെന്ന് മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഇ ഡി ഫോം തന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇനി പ്ലേഡ് വെന്റ് എന്നൊക്കെ വരും കേട്ടോ. ഗോന്റെ പാസ്റ്റ് ആയിട്ടുള്ള വെന്റ് എന്നൊക്കെ വന്നാലും നിങ്ങൾ ഡിഡ് ആണ് എഴുതേണ്ടത്. അപ്പോൾ കുറച്ച് വേർഡ്സ് അങ്ങനെയുള്ളതൊക്കെ പഠിച്ചു വെക്കുക. അപ്പോൾ വെന്റ് എന്നല്ലേ വന്നത് എന്നുള്ളത് ഓർത്ത് വെക്കണം. വെന്റിന്റെ ഗോന്റെ പാസ്റ്റ് വെന്റാണ്. അങ്ങനെയുള്ള ചില വേർഡുകളൊക്കെ ഒട്ടുമിക്ക വേർഡിന് ഇ ഡി ഒക്കെ ആയിരിക്കും വരിക, പക്ഷെ ചിലതിന് അങ്ങനെ ആവില്ല. അപ്പം നിങ്ങൾ ഓർത്ത് വെക്കണം. അങ്ങനെയുള്ള വേർഡുകൾ പാസ്റ്റ് ടെൻസിലുള്ള വേർഡുകൾ വന്നിട്ടുണ്ടെങ്കിൽ, വേർഡ് എന്ന് ഉദ്ദേശിച്ചത് അതായത് വെർബുകൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഡിഡ് ആണ് വെക്കേണ്ടത് എന്നുള്ളത് ചിന്തിച്ച് വെക്കണം, ഓർത്ത് വെക്കണം. ഇനി നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ ടാഗിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഹെൽപ്പിംഗ് വെർബ് കണ്ടെത്തുക എന്നുള്ളത്, അല്ലെങ്കിൽ ഏതാണ് ഹെൽപ്പിംഗ് വെർബ് എന്ന് അറിയുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഏതൊക്കെ ഹെൽപ്പിംഗ് വെർബ് അല്ലെങ്കിൽ ഓക്സിലറി വെർബ് ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ പറയുന്നത്. മെയിൻ ആയിട്ടുള്ള ഹെൽപ്പിംഗ് വെർബുകൾ ബിയുടെ ഫോം ആയിട്ടുള്ള ഈസ്, ആർ, വാസ്, വേർ, ബി, ബീൻ, ബീയിങ് ഇതൊക്കെയാണ് ഹെൽപ്പിംഗ് വെർബുകളിൽ പെടുന്നത്. പിന്നെ അത് കൂടാതെ ഹാവിൻ്റെ ഫോം ആയിട്ടുള്ള ഹാസ്, ഹാവ്, ഹാഡ്, ഡൂവിൻ്റെ ഫോം ആയിട്ടുള്ള ഡു, ഡസ്, ഡിഡ് ഇതൊക്കെ എവിടെയാണ് ഉപയോഗിക്കുകയെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇതൊക്കെയാണ് ഹെൽപ്പിംഗ് വെർബുകളായിട്ട് വരുന്നത്. ഇനി നമ്മൾ മോഡൽ ഓക്സിലറീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് മോഡൽ ഹെൽപ്പിംഗ് വെർബുകൾ അല്ലെങ്കിൽ മോഡൽ ഓക്സിലറീസ് ഏതൊക്കെയാണെന്നാണ്. അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ടാഗ് വന്നു കഴിഞ്ഞാൽ മോഡൽ ഓക്സിലറീസ് ഉണ്ടോ ഇല്ലയെന്നൊക്കെ നിങ്ങൾക്ക് കണ്ടെത്തണ്ടേ. അതിനാണ് നമ്മളിത് പഠിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ മോഡൽ ഹെൽപ്പിംഗ് വെർബ് അല്ലെങ്കിൽ മോഡൽ ഓക്സിലറീസ് എന്ന് പറയുന്നത് ക്യാൻ, കുഡ്, മേ, മൈറ്റ്, ഷാൾ, ഷുഡ്, വിൽ, വുഡ്, മസ്റ്റ് ഇതൊക്കെയാണ്. ക്യാനിൻ്റെ പാസ്റ്റ് ആണ് കുഡ്, മേയുടെ മൈറ്റ്, ഷാൾ, ഷുഡ്, വില്ലിൻ്റെ വുഡ്. ഇത്രയാണ് മോഡൽ ഓക്സിലറീസ് അല്ലെങ്കിൽ മോഡൽ ഹെൽപ്പിംഗ് വെർബുകൾ. അതിനൊരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദേ വിൽ അറ്റൻഡ് ദ മീറ്റിംഗ് എന്നുള്ളതിന് വോണ്ട് ദേ എന്നാണ് നമ്മൾ പറയുന്നത്. വിൽ നോട്ടിനെയാണ് വോണ്ട് എന്ന് പറയുന്നത്. അത് ഓർത്ത് വെക്കുക. ദേ വിൽ അറ്റൻഡ് ദി മീറ്റിംഗ് എന്നുള്ളതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് വില്ലിന്റെ വില്ലിന്റെ നെഗറ്റീവ് ആയിട്ടുള്ള വോണ്ട് ദേ ക്വസ്റ്റ്യൻ ടാഗ്. മനസ്സിലായല്ലോ? ഇത്രയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിൽ പഠിക്കേണ്ടത്. നന്നായി പഠിച്ചു വെക്കുക. നന്നായി പഠിച്ചാൽ എല്ലാവർക്കും ഫുൾ മാർക്ക് വാങ്ങിക്കാം. ഓൾ ദി ബെസ്റ്റ് മൈ ഡിയർ സ്റ്റുഡൻസ്.